ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കേരളാസ് ഫസ്റ്റ് എവർ എഞ്ചിനീയറിംഗ് വീഡിയോ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ അക്കാദമിക്സ്, അതുപോലെ തന്നെ പ്രൊഫഷണൽ കരിയർ, പ്ലേസ്മെന്റ്, ഇന്റേൺഷിപ്പ്, കോഴ്സസ് എല്ലാവിധ സപ്പോർട്ടുകളും നൽകുന്ന ഒരുപാട് വീഡിയോകൾ ഓൺ ദ വേ ആണ്. സോ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ഗൈസ്. നിങ്ങൾ ഏത് വർഷം എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും ഉപകാരപ്പെടും. അതോടൊപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടി ഫോളോ ചെയ്യുക. സോ നമുക്ക് അടുത്തേക്ക് കിടക്കാം. പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് പോലൊരു പ്രൊഫഷണൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ നമ്മുടെ കൂടെ നമുക്കൊരു താങ്ങായിട്ട് അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം പോലെ തന്നെ സ്കോളർഷിപ്പുകൾ കിട്ടിയാൽ എങ്ങനെയിരിക്കും? നമ്മുടേതായിട്ടുള്ള ചെലവുകൾക്കും അതുപോലെ തന്നെ കുറച്ച് സേവിങ്സിനും മറ്റ് അക്കാദമിക്സ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കാനും പെട്രോൾ അടിക്കാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ നമ്മുടെ സ്ഥിരം ചെലവിന്, ഡെയിലി എക്സ്പെൻസിന്, നിങ്ങളിപ്പോൾ ചിലപ്പോൾ ചിലരുടെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്നുണ്ടാവും. ആ ഹോസ്റ്റൽ ഫീസ് ഉൾപ്പെടെ സ്കോളർഷിപ്പിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് കൊണ്ട് പേ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അപ്പോൾ അതിന് സഹായകരമാകുന്ന വിവിധ തരത്തിലുള്ള ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള സ്കോളർഷിപ്പ് കിട്ടും. അപ്പോൾ ഈ സ്കോളർഷിപ്പിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മൾ പിന്നാലെ ചെയ്യും. പക്ഷേ ഇതിൽ പറയുന്നത് ഇത്തരത്തിൽ സ്കോളർഷിപ്പുകളുടെ ലിസ്റ്റാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള കോളേജ് ദോസ്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു വാട്സാപ്പ് ഡൊമൈനിലേക്ക്, വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് ഈ താഴെ പറയുന്ന നമ്മുടെ കമന്റിലൊക്കെ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി കയറിയാൽ അവർക്ക് ജസ്റ്റ് ആ സ്കോളർഷിപ്പിന്റെ ലിങ്ക് വേണമെന്ന് കമന്റ് ചെയ്താൽ മാത്രം മതി. കംപ്ലീറ്റ് ലിസ്റ്റ് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുകൂടാതെ ഞാൻ പറയട്ടെ, ഈ പറയുന്ന സ്കോളർഷിപ്പുകളെല്ലാം പ്രധാനമായിട്ടും 3 ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒന്നാമത് നിങ്ങളുടെ സാമ്പത്തികവും അല്ലെങ്കിൽ റിസർവേഷൻ, എന്തെങ്കിലും തരത്തിലുള്ള റിസർവേഷനും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അത് വെച്ചിട്ട് ഒരുപാട് സ്കോളർഷിപ്പ് തരുന്നുണ്ട്. രണ്ടാമത് നിങ്ങളുടെ കീം സ്കോർ ഉൾപ്പെടെ, അതായത് ചിലർ റിപ്പീറ്റ് ഒക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് പഠിച്ച് അക്കാദമിക്സിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയവരായിരിക്കും. അങ്ങനെയുള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ +2 സ്കോറും കീം സ്കോറും കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് സ്കോളർഷിപ്പുകൾ തരാൻ വളരെ വലിയ ഒരു കുറേയധികം സ്കോളർഷിപ്പ് ചാരിറ്റി ഫണ്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ സിസ്റ്റംസ് ഉണ്ട്, സ്കീമുകളുണ്ട്. അത് സെൻട്രൽ ലെവലിലുമുണ്ട്, കേരള ലെവലിലുമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൂടാതെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന കോളേജുമായി ബന്ധപ്പെട്ടതാണ്. അതായത് നിങ്ങളിപ്പോൾ CET പോലുള്ള സ്ഥാപനത്തിലൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ടോപ്പ് ആയിട്ടുള്ള ചില ഗവൺമെന്റ് കോളേജുകളാണ് പഠിക്കുന്നതെങ്കിൽ, അവിടെ നിങ്ങൾ പോലും അറിയാത്ത അവിടുത്തെ അലുമിനീസ് കൊടുക്കുന്ന, അവിടുത്തെ ചില ട്രസ്റ്റുകൾ കൊടുക്കുന്ന, ആ കോളേജുമായി ബന്ധപ്പെട്ട ചില ക്ലബ്ബുകളൊക്കെ കൊടുക്കുന്ന സ്കോളർഷിപ്പുകൾ ഉണ്ടാവും. അത് വളരെ വലിയൊരു എമൗണ്ടും ആയിരിക്കും. മന്ത്ലി കൊടുക്കുന്നുണ്ട്, ഒരു 1 ടൈമിലേക്ക് ചിലർക്ക് ലാപ്ടോപ്പ് ഉൾപ്പെടെ കൊടുക്കുന്ന സ്കീമുകളുണ്ട്. ഇത്തരത്തിലുള്ള അലുമിനി അസോസിയേഷനുകളുണ്ട്. CET ഒക്കെ വളരെ ഫേമസ് ആണ്. CETയുടെ അലുമിനി അസോസിയേഷൻ ആണ്. അപ്പോൾ ഈ രീതിയിൽ ആ കോളേജുമായി ബന്ധപ്പെട്ട സംഘടനകൾ തരുന്ന സ്കോളർഷിപ്പിനും നിങ്ങൾ ഒരുപക്ഷെ എന്തായിരിക്കും എലിജിബിൾ ആയിരിക്കും. ഇത് കൂടാതെ നമുക്കറിയാവുന്ന ഗവൺമെന്റ് സ്കീമിലുള്ള പല സ്കോളർഷിപ്പുകളുണ്ട്. അത് ഗ്രാൻഡ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഈ എക്കണോമിക്കലി വീക്കർ സെഷനിലേക്ക് ഇരിക്കുന്ന ചില സ്കോളർഷിപ്പുകളുണ്ട്. സെൻട്രൽ സെക്ടർ എന്നൊക്കെ പറയുന്ന സ്കോളർഷിപ്പുകളാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായിട്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ എത്തിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കോളേജ് ദോസ്തിന്റെ ഹെൽപ്പ് സീക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ജോയിൻ ചെയ്താൽ ഇനി അങ്ങോട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സീരീസിലെ ബാക്കി വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഏതൊക്കെ ടോപ്പിക്സിൽ ഇനി അങ്ങോട്ട് വീഡിയോസ് വേണമെന്ന്. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ അഖിൽ സതീഷ്.